വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് ചെയ്യുക എന്നുള്ളത് ഇന്ന് പല വിദ്യാർത്ഥികളുടെയും ഒരു സ്വപ്നമാണ്. എന്നാൽ അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം അവർ നേരിടുന്നത് ബഡ്ജറ്റ് എന്നുള്ളതാണ്. അപ്പോൾ വിദേശത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് UG PG കോഴ്സുകൾ ചെയ്യാൻ സാധിക്കുമോ എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ഉള്ളത് വിക എഡ്യൂക്കേഷൻ്റെ മാനേജിംഗ് ഡയറക്ടർ അൻജാദ് സാറാണ്. സർ, വെൽക്കം. ഹലോ ജോബിക, സുഖമല്ലേ? സുഖാണ്. ജോബിക പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ എബ്രോഡ് പോകാനായിട്ട് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നമ്മുടെ അടുത്തുള്ളവരും നമുക്ക് അറിയുന്നവരും നമുക്ക് അറിയാത്തവരൊക്കെ ആയിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഡ്ജറ്റാണ്. ഇപ്പം ബഡ്ജറ്റിന് അലൈനായിട്ടുള്ള ബെസ്റ്റ് യൂണിവേഴ്സിറ്റികൾ കണ്ടെത്തുക, ഇനി ഫ്രീ ഓഫ് കോസ്റ്റ് ഒക്കെ പഠിക്കാനായിട്ട് സാധിക്കുമോ എന്ന രീതിയിലുള്ള ഓപ്ഷൻസൊക്കെ കണ്ടെത്തുക എന്നത് പല സ്റ്റുഡൻസും വറിയാവുന്ന കാര്യമാണ്. നമ്മളിന്ന് പല പരസ്യങ്ങളിലും കാണുന്നുണ്ട്. ഇവൻ മേ ബി നിങ്ങളും കണ്ടിട്ടുണ്ടാവില്ല, ഇൻസ്റ്റയിലും അതുകൂടാണ്ട് ഫേസ്ബുക്കിലൊക്കെ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഒക്കെ പുറത്ത് പോയി പഠിക്കാനായിട്ട് സാധിക്കുമെന്ന രീതിയിലുള്ള പരസ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വസ്തുത ഉള്ളതുമുണ്ട്, വസ്തുത ഇല്ലാത്തതുമുണ്ട്. ഓക്കെ, സാർ പറഞ്ഞതുപോലെ നമുക്ക് പുറത്ത് പോയി ഫ്രീ ഓഫ് കോസ്റ്റിന് പഠിക്കാൻ കഴിയുന്ന രാജ്യങ്ങളൊക്കെ ഉണ്ടോ? റിയലി ഉണ്ട്. നമുക്ക് പുറത്ത് പോയിട്ട് ഫ്രീ ഓഫ് കോസ്റ്റിന് പഠിക്കാൻ പറ്റുന്ന രാജ്യങ്ങളുണ്ട്. അപ്പം അതിനകത്ത് എത്രത്തോളം പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടെയൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, സോ എനിഹൗ നമ്മുടെ ബഡ്ജറ്റ് ഓപ്ഷൻസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് ടൈപ്പിലാണ് ഇതിനെ കാണേണ്ടത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കോളർഷിപ്പൊക്കെ നേടിയിട്ട് പുറത്ത് പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഓക്കെ, മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പുകൾ. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ഡാഡ് എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്. അതുകൂടാണ്ട് പല യൂണിവേഴ്സിറ്റികളും സ്കോളർഷിപ്പ് എക്സാമുകൾ നടത്തുന്നുണ്ട്, ദെൻ കൺട്രി നടത്തുന്നുണ്ട്. അപ്പോൾ അത് എഴുതി പാസ്സായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഫ്രീ ഓഫ് കോസ്റ്റ് അവിടെ പോയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. ഈവൻ ലിവിങ് കോസ്റ്റ് വരെ ഇങ്ങോട്ട് കിട്ടും. അങ്ങനത്തെ സിസ്റ്റമുള്ള യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഓക്കെ, പിന്നെ രണ്ടാമത് വരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഫ്രീ ഓഫ് കോസ്റ്റ് പഠിക്കാനായിട്ടുള്ള സാധ്യതയുണ്ടോ എന്നതാണ്. അതിൽ നിന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രണ്ട് കൺട്രീസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ജർമ്മനിയും പിന്നെ വരുന്നത് ഓസ്ട്രിയയുമാണ്. ഓക്കെ, ഈ രണ്ട് കൺട്രികൾ ഓപ്ഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ജർമ്മനിയേക്കാൾ കൂടുതൽ ആൾക്കാർ ജർമ്മൻ ലാംഗ്വേജ് സംസാരിക്കുന്ന രാജ്യമാണ് ഓസ്ട്രിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള പബ്ലിക് യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോയി പഠിക്കാം. പക്ഷേ അത്യാവശ്യം മെറിറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കണം. ദെൻ കുറച്ച് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഫ്രീ ഓഫ് കോസ്റ്റ് അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കറൻ്റിലി ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അടുത്തൊരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് ഏതൊക്കെ ഫീൽഡിലാണ് ഓപ്പണിങ്സ് വരുന്നത് എന്നുള്ള കാര്യം കൃത്യമായി പഠിച്ചതിന് ശേഷം ആ മേഖലയുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് എന്ത് ചെയ്യുന്നത്, അവർ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാണ്ട് നമ്മളിവിടെ ഉള്ളതുപോലെ ആർക്കും ഇനി ഇവിടെ ഒരു കോളേജ് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്തു, ഇപ്പോൾ BSc നഴ്സിങ്ങോ അല്ലെങ്കിൽ ഇപ്പോൾ കറൻ്റ് ട്രെൻഡിങ് അതല്ല മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാമുകൾ ട്രെൻഡിങ് ആണ്. അപ്പം ട്രെൻഡിങ് ഇല്ലാത്ത പ്രോഗ്രാമുകൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന സിസ്റ്റം അല്ല അവിടെയുള്ളത്. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിന് ആവശ്യമായ മാൻ പവർ ഏതൊക്കെ ഫീൽഡിലാണോ വേണ്ടത് ആ ഫീൽഡിലുള്ള കോഴ്സുകൾ കണ്ടെത്തി അതിന് വേണ്ടിയിട്ട് മികച്ച ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാനായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ഫ്രീ ഓഫ് കോസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ സാർ, ഏതൊക്കെ കോഴ്സുകളാണ് ഈ ഫ്രീ ഓഫ് കോസ്റ്റിന് അവൈലബിൾ ആയിട്ടുള്ളത്? അതിന് എന്തൊക്കെ പ്രൊസീജിയറാണ്, മാനദണ്ഡങ്ങളാണുള്ളത്? നമ്മളിപ്പോൾ ജർമ്മനീൻ്റെ കേസ് വരികയാണ്. ജർമ്മനി ആൻഡ് ഓസ്ട്രിയ രണ്ടും ഉണ്ട്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ ജർമ്മനീൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ജർമ്മനിയിൽ നമുക്ക് രണ്ട് ടൈപ്പിലാണ് നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ഉള്ളത്. ഒന്ന് ജർമ്മൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്, ദെൻ ഇംഗ്ലീഷിൽ ഫോളോ അപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളുണ്ട്. ഓക്കെ, അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഫോളോ അപ്പ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിട്ട് നമ്മൾ എനിഹൗ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ക്ലിയർ ചെയ്യണം, ജർമ്മൻ ലാംഗ്വേജ് ക്ലിയർ ചെയ്യണം. ഇനി ഇംഗ്ലീഷിൽ പോകുന്ന യൂണിവേഴ്സിറ്റികളാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ IELTS ക്രാക്ക് ചെയ്യണം. IELTS ക്രാക്ക് ചെയ്താൽ മാത്രമേ പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ രാജ്യത്തിന് ആവശ്യമുള്ള മാൻ പവറിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരിപാടി അവർ നടത്തുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല മെറിറ്റ് ഓറിയൻറ്റഡ് സ്റ്റുഡൻസ്, അതായത് മിനിമം ഇപ്പോൾ ഒരു സയൻസ് റിലേറ്റഡ് കോഴ്സ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് അല്ലെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്കൊക്കെ മിനിമം ഒരു ഇൻഡിവിജ്വൽ ഒരു 70% അല്ലെങ്കിൽ 75% മാർക്കുള്ള വിദ്യാർത്ഥികളെ എടുക്കത്തുള്ളൂ. ബിലോ ആവറേജ് സ്റ്റുഡൻസിന് എന്തായാലും അവർ എടുക്കാൻ പോകുന്നില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ജർമ്മനിയുടെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ജർമ്മനിയിൽ നമ്മുടെ 12ാം ക്ലാസ്, അതായത് നമ്മൾ UGയുടെ കാര്യത്തിലൂടെ വരികയാണെങ്കിൽ UGയുടെ കാര്യത്തിൽ 12ാം ക്ലാസ് അവർ അംഗീകരിക്കുന്നില്ല. ഓക്കെ, അതായത് അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു +2ൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ 13 വർഷം പഠിച്ചിട്ടുണ്ടാവണം. 1ാം ക്ലാസ് മുതൽ 13ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴാണ് ഇവിടുത്തെ +2ന് ഇക്വലൻ്റ് ആവുന്നത്. അത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാവുന്നത്, ഗ്രാജുവേറ്റ് റിലേറ്റഡ് കോഴ്സിന് പോകുന്നത്. ഇപ്പോൾ ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ പോയിട്ട് 13ാം ക്ലാസ് പഠിക്കണം. അതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, അവർ കോഴ്സിലോട്ട് പോകാനായിട്ട്. മനസ്സിലായി? അവിടെ ഒരു എൻട്രൻസ് ഉണ്ടാവും, എൻട്രൻസ് ചെയ്തിട്ട് കോഴ്സിലോട്ട് പോകാം. ഇത് കൂടാണ്ട് പിന്നെ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ഉണ്ട്. ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഉള്ളതുപോലെ ഒരു ഡിപ്ലോമ നഴ്സിംഗ് റിലേറ്റഡ് ആ ഒരു ഇതിൽ വരുന്ന പ്രോഗ്രാം, അതിന് നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പോകാം. അതിനുശേഷം എന്ത് ചെയ്യാം, നമുക്ക് അവിടെ സെറ്റിൽ ആവാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ ഈ ഒരു കേസ് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഓസ്ട്രിയയാണ്.
അതായത് നമ്മൾ എൻറ്റയർ യൂറോപ്പ് എടുക്കുന്ന സമയത്ത് ഏറ്റവും പ്രൈമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം ഓസ്ട്രിയയാണ്. ജർമ്മനിയേക്കാളേറെ ഓൾഡസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, യൂണിവേഴ്സിറ്റി ഓഫ് വിയറ്റ്നാമൊക്കെ ഇപ്പോൾ 1300-ലും 1400-ലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് പഠിക്കാം. അവിടുത്തെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ പ്രോഗ്രാമുകളും അത്രത്തോളം പോസിബിൾ അല്ല. അവിടെയും ജർമ്മൻ പാത്വേ പ്രോഗ്രാംസും ഉണ്ട്, ഇംഗ്ലീഷ് പാത്വേ പ്രോഗ്രാംസും ഉണ്ട്. അപ്പോൾ ജർമ്മൻ പാത്വേ പ്രോഗ്രാംസിൽ പ്രോഗ്രാമിൻ്റെ എണ്ണം കൂടുതലാണ്. ഇപ്പോൾ മെഡിക്കൽ റിലേറ്റഡ് പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ BSc നഴ്സിംഗ് അങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാം വരുമ്പോൾ ജർമ്മൻ പാത്വേയിലാണ് കൂടുതൽ ഓപ്ഷൻസ് ഉള്ളത്. ഇംഗ്ലീഷ് പാത്വേയിൽ ഓപ്ഷൻ കുറവാണ്. ഇപ്പം വളരെ ന്യൂജൻ ആയിട്ടുള്ള കോഴ്സസ് ലൈക്ക് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മിഷൻ ലേണിംഗ്, ഡേറ്റാ സയൻസ്, ജനറ്റിക് എഞ്ചിനീയറിങ്, ക്വാണ്ടം ഫിസിക്സ്, ഇങ്ങനെയൊക്കെയുള്ള വളരെ പിന്നെ ന്യൂജൻ ആയിട്ടുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈഡായിട്ട് ആപ്ലിക്കേഷനുള്ള കോഴ്സസ് നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ സാധ്യതയുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ കോഴ്സുകളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണം, നമുക്ക് മിനിമം IELTS 6.5 വേണമെന്നതാണ് എന്തുള്ളത് നമ്മുടെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അപ്പോൾ IELTS 6.5 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാം. ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, വൺസ് നമ്മുടെ ആപ്ലിക്കേഷൻ സക്സസ് ആയി കഴിഞ്ഞാൽ വിസ എടുത്തിട്ട് നേരെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. വേറെ കോസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വളരെ ബഡ്ജറ്റീവായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ സാർ, ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി കോഴ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ എന്തെങ്കിലും ഹിഡൻ ചാർജസോ മറ്റെന്തെങ്കിലും ചാർജസ് അഡീഷണൽ വരുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ ജർമ്മനിയെ സംബന്ധിച്ച് ജർമ്മനിയിൽ ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് പഠിക്കാനായിട്ട് സാധിക്കുക. ഓസ്ട്രിയയിലോട്ട് പോകുന്ന സമയത്ത് ഓസ്ട്രിയയിൽ ഒരു സെമസ്റ്ററിന് ഇന്ത്യൻ മണി 75,000 രൂപ എന്ത് വരുന്നുണ്ട്, ട്യൂഷൻ ഫീസ് വരുന്നുണ്ട്. 75,000 ആണ് ട്യൂഷൻ ഫീസ് വരുന്നത്. ഓക്കെ, ഇത് കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ VFS ചാർജ് വരുന്നുണ്ട്. VFS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിസയ്ക്ക് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് VFS അടയ്ക്കേണ്ട പേയ്മെൻറ്റ് നമുക്ക് ചാർജ് വരുന്നുണ്ട്. പിന്നെ വരുന്ന എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഷുറൻസിൻ്റെ കോസ്റ്റ്, അത് കൂടാണ്ട് നമ്മൾ അക്കോമഡേഷൻ ലെറ്റർ എടുക്കുന്ന സമയത്ത് വരുന്ന കോസ്റ്റ്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാവൽ എക്സ്പെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന എക്സ്പെൻസ്. അപ്പം ഓൾ ടുഗദർ ഈ ഒരു ടോട്ടൽ എക്സ്പെൻസ് നമ്മൾ നോക്കിയാലും എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു സാധാരണക്കാരനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ എക്സ്പെൻസസ് ഉള്ളത്. ഏകദേശം ഒരു ബിലോ ഒരു 4 lakh ഒക്കെ ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ഓസ്ട്രിയയിൽ നമുക്ക് എത്താനായിട്ട് സാധിക്കും. അത്രയേറെ ബഡ്ജറ്റീവായിട്ടുള്ള ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. ഓക്കെ, കോഴ്സ് സംബന്ധിച്ച് സാറ് പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് കൂടാണ്ട് നമുക്ക് ലിവിങ് കോസ്റ്റ് വരുമല്ലോ, അപ്പോഴേക്കും അത് സാധാരണക്കാർക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും? ലിവിങ് കോസ്റ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പം ജോബിക, ഫസ്റ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പോയി പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം പാർട്ട് ടൈം കിട്ടുമെന്നാണ്. ശരിയല്ലേ? സോ പാർട്ട് ടൈമിൻ്റെ കേസിലോട്ട് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന് പോയിട്ട് നാളെ മുതൽ എന്തായാലും ജോലിക്ക് പോലും പോസിബിൾ അല്ല. ശരിയല്ല? സോ എനിഹൗ നമ്മൾ പാർട്ട് ടൈമിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ മിനിമം നമുക്കൊരു 2 മുതൽ 3 മാസം വരത്തേക്കുള്ള ലിവിങ് കോസ്റ്റ് എന്തായാലും നമ്മുടെ കയ്യിൽ കീപ്പ് ചെയ്ത് തന്നെ ആവണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജർമ്മനിയോ അല്ലെങ്കിൽ ഓസ്ട്രിയയോ ഏത് രാജ്യം എടുത്താലും യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ലിവിങ് കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം ഒരു 60,000 70,000 പെർ മന്ത് എന്തായാലും വരും. ഓക്കെ, ഇതിൻ്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന കോഴ്സുകൾക്കെല്ലാം 100% പാർട്ട് ടൈം കിട്ടും. കാര്യം ഈ പറയുന്ന റീജിയനിലുള്ള രാജ്യങ്ങളിലൊക്കെ എന്തുണ്ട്, സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫിൻ്റെ എണ്ണം ഭയങ്കര കുറവാണ്. ഈവൻ ഞാനിപ്പോൾ ഓസ്ട്രിയയിൽ ഞങ്ങളുടെ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്, ഓസ്ട്രിയയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ അവർക്ക് കിട്ടുന്ന സാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈവൻ മെഗ്ബിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. മെഗ്ബിയിൽ പാർട്ട് ടൈം എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൊടുക്കണമെന്ന് ഗവൺമെൻറ് നിശ്ചയിച്ചിരിക്കുന്ന ബേസിക് പേ 850 പൗണ്ടാണ്. 850 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 ലക്ഷം രൂപയായി. മനസ്സിലായോ? അതായത് പാർട്ട് ടൈം എടുത്തിട്ട് ആൾക്ക് എന്ത് ചെയ്യാം, ലിവിങ് കോസ്റ്റ് പ്രോപ്പർലി മീറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഇനി ഇത് കൂടാണ്ട് ഏറ്റവും വലിയൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ. ഈ ഓസ്ട്രിയ പോലുള്ള രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 12 മാസം ജോലി ചെയ്തിട്ട് 14 മാസമാണ് ശമ്പളം കിട്ടുന്നത്. അറിയത്തില്ല അത്? ഓക്കെ, അതായത് അവിടെ ജൂലൈയിലും നവംബറിലും 2 തവണ സാലറി കിട്ടും. ഓക്കെ, അതായത് ഓരോ 6 മന്ത്സും അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അഡീഷണലായി 1 മാസത്തെ സാലറി കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. അതായത് സാലറി എന്ന് പറയുന്നത് അവർക്ക് ലീവ് ചെയ്യാനും ഈ അഡീഷണലായിട്ട് കിട്ടുന്നത് അവരുടെ ഒരു ലൈഫ് എക്സ്പീരിയൻസിന് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് എന്ന രീതിയിലാണ് ഗവൺമെൻറ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അതായത് ഭയങ്കര കൂളായിട്ടുള്ളൊരു സിസ്റ്റമുള്ള രാജ്യങ്ങളാണ്. ഈവൻ നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് വിയറ്റ്നാമിൽ പോവുകയാണെങ്കിൽ 1300-കളിൽ സ്ഥാപിതമായ യൂണിവേഴ്സിറ്റിയാണ്. അന്ന് സ്ഥാപിതമാകുന്ന സമയത്തുമുള്ള നടന്നു പോകാനുള്ള പടികൾ ഇന്നുമുണ്ട്. പക്ഷേ അവിടെ എസ്കലേറ്ററുകൾ പണിതിട്ടുണ്ട്. എസ്കലേറ്റർ പണിതിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? അതിൻ്റെ സൈഡിലൂടെ ആ ഒരു പഴയ സ്ട്രക്ചറിനോ കാര്യങ്ങൾക്കോ ഒരു തരത്തിലുള്ള കോട്ടവും തട്ടാത്ത രീതിയിൽ സൈഡിലൂടെ എസ്കലേറ്റർ പണിതിട്ടുണ്ട്. സോ എസ്കലേറ്റർ വഴി പോകുന്നവന് എസ്കലേറ്റർ വഴി പോകാം, പടി വഴി നടന്നു പോകുന്നവന് പടി വഴിയും നടന്നു പോകാൻ പറ്റും. അപ്പം ഭയങ്കര കാംഫുള്ളായിട്ട് പഠിക്കാൻ സാധിക്കുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റമുള്ള രാജ്യമാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ബഡ്ജറ്റീവായിട്ട് വിദേശത്ത് പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന
പറ്റുന്ന കൺട്രീസിലൊന്നാണ്. പക്ഷേ ലിമിറ്റേഷൻ എവിടെയാണെന്ന് ചോദിച്ചാൽ മേ ബി നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സുകൾ അവിടെ ഉണ്ടാവണമെന്നില്ല. അവർ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് ഏതൊക്കെ കോഴ്സുകളിലാണ് ഫ്യൂച്ചറിൽ ആളുകളെ ആവശ്യമുള്ളത് അതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർ സ്റ്റുഡൻറ്റിനെ അലോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണുള്ളത്. ഓക്കെ, ഏതൊക്കെ കോഴ്സുകളാണ് സാർ ഫ്രീ ഓഫ് കോസ്റ്റിന് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്? അത് എന്താണ് ഓരോ ഇയറിലൊക്കെ വ്യത്യാസം വരാം. മേജർലി വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ, അല്ലെങ്കിൽ പേഷ്യൻറ്റുമായിട്ടൊക്കെ ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വരുന്ന തരത്തിലുള്ള പ്രോഗ്രാമുകൾ ജർമ്മനിലാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. മനസ്സിലായി? എസ്പെഷ്യലി BSc നഴ്സിംഗ്, MBBS ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ജർമ്മനിലാണ് കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത്തരം പ്രോഗ്രാമുകൾ നമുക്ക് ഇംഗ്ലീഷിലുള്ള പോസിബിലിറ്റി കുറവാണ്. നമ്മളിനി ഇംഗ്ലീഷിലോട്ട് വരുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇംഗ്ലീഷിലോട്ട് വരുന്ന സമയത്തായാൽ നമുക്ക് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ പോലെ, അതായത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. ഇത് കൂടാണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കിപ്പോൾ സയൻസുമായി റിലേറ്റഡ് ആയിട്ട് കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ. ഓക്കെ, ഇപ്പം ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഒരു സ്റ്റുഡൻറ്റിന് അപ്ലൈ ചെയ്ത സമയത്ത് ആൾക്ക് വന്നിരിക്കുന്ന ക്വാണ്ടം ഫിസിക്സ് ആൾക്ക് എലിജിബിൾ ആയിട്ടുണ്ട്, ജെം സയൻസ് എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് എന്താണ് വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസുകളൊക്കെയാണ് നമുക്ക് ഇംഗ്ലീഷിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ അത് എന്താണ് മേ ബി ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മേ ബി ആ കുട്ടിക്ക് ഉദ്ദേശിച്ച പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുക എന്നൊരു ഓപ്ഷൻ കൂടിയുണ്ട്. നമുക്കിപ്പോൾ ഒന്നിലധികം യൂണിവേഴ്സിറ്റികളുടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. അതിൽ ഏതാണോ സ്റ്റുഡൻറ്റിന് എന്താണ് സെലക്ട് ആവുന്നത് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സ്റ്റുഡൻറ്റിനെ ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണുള്ളത്. ഓക്കെ സാർ ഇപ്പോൾ പറഞ്ഞു സ്റ്റഡീസൊക്കെ കുട്ടികൾക്ക് ഫ്രീ ആണ്, ബാക്കി ലിവിങ് കോസ്റ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി അവിടെ പോകുമ്പോൾ ഇതല്ലാണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? മേജർലി വരാൻ പോകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഗാർഡിങ് അക്കോമഡേഷനാണ്. മനസ്സിലായില്ലേ? സോ എന്താണ് അക്കോമഡേഷൻ വരാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇത്തരം കോഴ്സുകൾക്ക് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എപ്പോഴും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസി ഡിപ്പെൻഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാര്യം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് നേരിട്ട് പോയി യൂണിവേഴ്സിറ്റിയിൽ ആപ്ലിക്കേഷൻ കൊടുത്തു. അപ്പോൾ യൂണിവേഴ്സിറ്റികളെ സംബന്ധിച്ചിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഗവൺമെൻറ് ഡോർമെറ്ററീസ് ആയിരിക്കാം. മനസ്സിലായി? ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ ഹോസ്റ്റലിൽ ഭയങ്കര വൈഡായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നുമുള്ള യൂണിവേഴ്സിറ്റികളിൽ അവരുടെയൊക്കെ ഹോസ്റ്റൽ പണിതേക്കുന്നത് 100-200 വർഷങ്ങൾക്കൊക്കെ മുമ്പുള്ള ഹോസ്റ്റൽസാണ്. മനസ്സിലായി? ഗവൺമെൻറ്, അതായത് ഡോർമെറ്ററീസ് ആണ്. അപ്പോൾ അവിടെ എത്രത്തോളം ഇതായിട്ട് സെറ്റായിട്ട് സ്റ്റുഡൻറ്റ് കംഫർട്ടായിട്ട് പോകുമെന്ന് പറയാനായിട്ട് പറ്റില്ല. സോ എനി ഹൗ ദേ ഹാവ് ടു ഫൈൻഡ് ഔട്ട് സം പ്രൈവറ്റ് അക്കോമഡേഷൻസ്. അല്ലേ? അവരുടേതായ അക്കോമഡേഷൻസ് അവർ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിന് പ്രോപ്പറായിട്ട് സപ്പോർട്ട് കിട്ടുന്ന രീതിയിലുള്ള ലോക്കൽസ് അവർക്ക് വേണ്ടി വരും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് വേണം, ഒരു സപ്പോർട്ട് വേണ്ടി വരും. സ്റ്റുഡൻറ്റിന് മാത്രമായിട്ട് അത് ചെയ്യൽ പോസിബിൾ ആവുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കൊരു സ്റ്റഡീസുമായി ബന്ധപ്പെട്ട് വരാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ വരാൻ ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാവലായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ വൺസ് റീച്ച് ആവുന്ന സമയത്ത് പുതുതായി ഒരു കൺട്രിയിൽ ഇറങ്ങുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിട്ട് യൂണിവേഴ്സിറ്റി റീച്ച് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ക്ലാസ്സസ് പിന്നെ പോയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ട്രാൻസ്പോർട്ടേഷനായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിലൊക്കെ പ്രോബ്ലംസ് സ്റ്റുഡൻറ്റ് ഫേസ് ചെയ്യാം. സോ ഏറ്റവും ബെറ്റർ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫീൽഡിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഏതെങ്കിലും ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയെ അവർ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇത്തരം പ്രോബ്ലംസ് ഒന്നും ഇല്ലാണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സാധാരണക്കാരിൽ ഈ കോഴ്സ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ എന്താണ്? ഇതിനകത്തുള്ള ഏറ്റവും വലിയ ബെനിഫിറ്റ് ഞാനെന്ന് പറയട്ടെ, ഇന്ന് നമ്മുടെ നാട്ടിൽ ബേസിക്കായിട്ട് എൻജിനീയറിംഗ് പഠിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ, ഇപ്പം ഗവൺമെൻറ് കോളേജുകളെ സംബന്ധിച്ച് നമുക്ക് അത്രത്തോളം ഗവൺമെൻറ് കോളേജുകളെ സംബന്ധിച്ചിട്ട് കോമ്പറ്റീഷൻ ഭയങ്കര കൂടുതലാണ്. അപ്പം അത് ജോബിക്ക് അറിയാവുന്ന കാര്യമാണ്. കാര്യം കേരളത്തിലാണെങ്കിൽ കീം എന്ന് പറഞ്ഞ എൻട്രൻസ് ഉണ്ട്. ഓൾ ഇന്ത്യ തലത്തിൽ എന്തുണ്ട്, പിന്നെ JEE മെയിനും അതുകൊണ്ട് JEE അഡ്വാൻസും വരുന്നുണ്ട്. എഞ്ചിനീയറിംഗ് ഫീൽഡിൽ മെഡിക്കൽ പോവുകയാണെങ്കിൽ നീറ്റ് വരുന്നുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ് നീറ്റ്. ഓക്കെ, കാര്യം ഇന്ത്യ പോപ്പുലേഷനിൽ നമ്പർ 1 നിൽക്കുന്ന രാജ്യമാണ്. സോ അത്രത്തോളം ഹൈലി കോമ്പറ്റീറ്റീവ് ആണ്. മനസ്സിലായില്ലേ? ഒരു ഗവൺമെൻറ് കോളേജിൽ ഒരു സ്റ്റുഡൻറ്റിന് കോഴ്സ് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത്ര സിമ്പിളായിട്ടുള്ള കാര്യമല്ല. അതേ സ്ഥാനത്ത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കി, 1300-കളിലും 1400-കളിൽ അല്ലെങ്കിൽ 1500-കളിലൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ ഇവിടുത്തെ പ്രൈവറ്റ് കോളേജുകളിൽ 1 വർഷം അടയ്ക്കുന്ന പൈസ ഉണ്ടെങ്കിൽ അവിടെ എത്തിപ്പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അവിടെയുള്ള ഗവൺമെൻറ് കോളേജുകളിൽ ഫ്രീ ഓഫ് കോസ്റ്റിന് പഠിച്ചിട്ട് അവിടെ തന്നെ വേണമെങ്കിൽ ജോലി നേടി അവിടെ തന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ള പ്രശ്നമുണ്ട്. ശരിയല്ലേ? മനസ്സിലായി? നമുക്കിപ്പോൾ ഇവിടെ ഞാൻ വളരെ റീസെൻ്റായിട്ട് ഒരു വാർത്ത കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നിയൊരു വാർത്ത എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് നഴ്സുമാർക്ക് ബേസിക് സാലറി 22,000 രൂപ ആക്കണമെന്ന് പറഞ്ഞ് ഇവിടെ സമരം നടന്നായിരുന്നു.
അപ്പോൾ എത്രത്തോളം സിറ്റുവേഷൻ മോശമാണെന്ന് നോക്കിയാൽ ശരിയല്ല. അപ്പോൾ അത് 22,000 പോലും ഇവിടെ 8 മണിക്കൂർ ജോലി എടുക്കുന്ന നേഴ്സുമാർക്ക് കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒരു മരപ്പണിക്ക് പോകുന്നയാളോ അല്ലെങ്കിൽ എന്താണ് ഒരു മേസ്ത്രി പണിക്ക് പോകുന്ന ആൾക്കോ ഡെയിലി 1,300 രൂപ ശമ്പളമുള്ള നാടാണ്. ശരിയല്ലേ? ആ ഒരു ഗതികേട് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ശരിയല്ലേ? അതായത് 4 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് അതിനുശേഷം ഇത്രയേറെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രഷറുള്ള ജോലി എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫീൽഡ് എന്നാണ് പറയപ്പെടുന്നത്. മെഡിക്കൽ ഫീൽഡാണ് ഏറ്റവും പ്രഷറുള്ള ജോലി. അങ്ങനെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ സാലറി ഇല്ല. അപ്പം ഇതേ കുട്ടി എന്ത് ചെയ്തു, ഇവിടെ പ്രൈവറ്റ് കോളേജിൽ പഠിക്കുന്ന കുട്ടി ഒരു 80% മാർക്കുള്ള ആൾ IELTS 6.5 എഴുതി മേടിച്ച് അവിടെ പോയാൽ വളരെ സുന്ദരമായി പഠിക്കാം. കോഴ്സ് കഴിഞ്ഞതിന് ശേഷം 4,000-5,000 യൂറോ സാലറി, അതായത് ഏകദേശം എന്താണ് മന്ത്ലി ഒരു 3.5-4 ലക്ഷം രൂപ സാലറിയിൽ അവർ സെറ്റിൽ ആവാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. വളരെ ബഡ്ജറ്റീവായിട്ട് വിദേശത്ത് പോയി ഹയർ സ്റ്റഡീസ് എങ്ങനെ ചൂസ് ചെയ്യാമെന്നുള്ള കാര്യം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അൻരാജ് സാർ പറഞ്ഞു തരുന്നു. താങ്ക് യു. താങ്ക് യു.